അൻസിബ ടിനി ടോം ഇഷ്യൂ. അപ്പോൾ പുതിയ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രമേശ് പിഷാരിയുടെ നേതൃത്വത്തിൽ അൻസിബയും ടിനി ടോമുമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ടിനി ടോം എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻസിബ മാപ്പ് എഴുതി നൽകണമെന്നൊക്കെയാണ് ടിനി ടോം പറയുന്നത്. അൻസിബ പറയുന്നത് പരസ്യമായിട്ട് ടിനി ടോം മാപ്പ് പറയണം. അതായത് ജിഹാദി, മതം മാറ്റാൻ നടക്കുന്ന ആൾ, ഇങ്ങനെയൊക്കെ അൻസിബയെ പറ്റി ടിനി ടോം പറഞ്ഞു എന്നുള്ളതാണ് പരാതി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവത്തിൽ അൻസിബയ്ക്ക് കുറേയധികം മാനസിക ബുദ്ധിമുട്ടുകൾ ഈ പ്രശ്നത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലാണല്ലോ എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിനി ടോം പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞ് ഈ പ്രശ്നം ഒഴിവാക്കുമായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നടന്ന ശേഷം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അൻസിബയുടെ കൂടെയാണ്. ഈ ടിനി ടോം എന്ന് പറഞ്ഞ വ്യക്തിക്ക് എതിരെയാണ് എല്ലാവരും നിൽക്കുന്നത്. കാരണം ആർക്കും ടിനി ടോമിന് വലിയ താല്പര്യമില്ല. അതുമാത്രമല്ല, ഇങ്ങനെയുള്ളൊരു സംഭവം, അതായത് ഒരാളെ ജാതി ഇല്ലെങ്കിൽ മതം പറഞ്ഞ് ഒറ്റപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഇന്നത്തെ കാലഘട്ടത്ത് ആരും അതിന് യോജിക്കില്ല. കാരണം ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജാതിയോ മതമോ ഒന്നും നോക്കുന്ന ആളുകളല്ല. അത് പൊതുമധ്യത്തിൽ അങ്ങനെ പറയാൻ പോലും ആളുകൾക്കൊരു മടിയാണ്. ഞാൻ പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ചിന്തിക്കുവാണെങ്കിൽ ടിനി ടോം മാപ്പ് പറയുന്നതായിരിക്കും ടിനി ടോമിന് നല്ലത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി മൊത്തം നാണം കെട്ട് നാറി. അല്ലെങ്കിൽ തന്നെ ടിനി ടോം ചെയ്യുന്ന മിമിക്രി കൊള്ളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ടിനി ടോമിനെ ഒരു മനുഷ്യന് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിൻ്റെ ഇടയ്ക്ക് ടിനി ടോമിൻ്റെ മോനെ എങ്ങാണ്ട് കഞ്ചാവായിട്ട് പിടിച്ചു. ഇതൊക്കെ മൊത്തം പ്രശ്നമാണ്. അതിനിടയ്ക്കാണ് പുള്ളി വർഗീയ പരാമർശം നടത്തിയിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ പെങ്കൊച്ചിനോട് മാപ്പും പറഞ്ഞ് പ്രശ്നം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി അവളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാനൊക്കെയാണ് പുള്ളി ഇരിക്കുന്നത്. എന്തൊക്കെ തരം ഒരു ആളുകളാണ്. അപ്പം എന്താണെന്ന് നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ ആളുകളും അൻസിബയുടെ ഒപ്പമായിരിക്കും. എങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും, ഒന്ന് നോക്കട്ടെ.